أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1266 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൽ നംലിലെ 7-8 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 7-8 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. തുടക്കത്തിലുള്ള ആമുഖമായി വന്ന ആയാത്തുകളെ തുടർന്ന് ഒരു ചരിത്ര സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഈ 7-ാമത്തെ ആയത്ത് മുതൽ ഏതാനും ആയത്തുകളുടെ വിവരണങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിവരിച്ചിട്ടുള്ള ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഏത് തരം ആളുകൾക്കാണ് പ്രയോജനപ്പെടുന്നത്, അത് പ്രയോജനപ്പെടാതെ നഷ്ടകാരികളായി മാറുന്നത് ഏതുതരം ആളുകളാണ് എന്നതാണ് പിന്നിട്ട 6 ആയത്തുകളിലായിട്ട് ഊന്നി പറയപ്പെടുകയുണ്ടായത്. പാരത്രിക ലോകം എന്ന കാര്യത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അതിനെ മിഥ്യയും തമാശയും ഒക്കെയായിട്ട് കാണുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനത്തിന് ചെവി കൊടുക്കാൻ സാധ്യത ഒട്ടുമേയില്ല. അവര് അതിനെ നിസ്സാരമായി പരിഗണിക്കുകയും അവര് മരണാനന്തരം ഏറ്റവും ഏറെ നഷ്ടം ഏറ്റുവാങ്ങുന്നവരായി മാറുകയും ചെയ്യുന്നു എന്നതാണ് മുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട മുഖ്യമായ ഒരു വിഷയം. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി സയ്യന്നാ ലഹും അഅ്മാലഹും ഫഹും യഅ്മഹൂൻ എന്നാണ് 4-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നിശ്ചയമായിട്ടും പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർക്ക് നാം വളരെ ആകർഷകമായി കാണിച്ചു കൊടുക്കുന്നു. അവരതില് അങ്ങനെ വിഹരിക്കുകയാണ്. അതാണ് ഫലവത്തായ
ഒരു ജീവിതപാത എന്ന ഒരു തോന്നലില് അത്തരം കുമിളകളുടെ പുറകെ നടക്കുന്നവരോ നീങ്ങുന്നവരോ ആയിട്ട് അവര് ജീവിക്കുന്നു. ആത്യന്തികമായി ഉലൈകല്ലദീന ലഹും സൂഉൽ അദാബ്, ഏറ്റവും പ്രയാസകരമായ ശിക്ഷ, ഏറ്റവും ദുഷ്ടത അടങ്ങിയിട്ടുള്ള ശിക്ഷ അവർക്കാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. വഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ, പാരത്രിക ലോകത്ത് ഏറ്റവും വലിയ നഷ്ടകാരികള് അവര് തന്നെയായിരിക്കും എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയുണ്ടായത്. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്നത് അതിനെ നിസ്സാരമായി കാണുന്ന ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നിശ്ചയമായിട്ടും താങ്കൾക്ക് ഈ ഖുർആൻ നൽകപ്പെടുന്നത് യുക്തിജ്ഞനും സർവജ്ഞാനിയുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ആമുഖ ഭാഷണമായിട്ട് പരിഗണിക്കപ്പെടുന്ന ആയാത്തുകളെ തുടർന്നാണ് ചരിത്ര സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അനുസ്മരിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട് എന്ന വിധത്തില് അവയെ പരാമർശിച്ചുകൊണ്ട് വിവരണം ഇവിടെ നൽകപ്പെടുന്നത്. ഇത് ഖാല മൂസ ലി അഹ്ലിഹി, മൂസ അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് ഇങ്ങനെ സംസാരിച്ച ആ സന്ദർഭം ശ്രദ്ധേയമാണ്, അത് സ്മരണീയമാണ്, ഓർക്കപ്പെടേണ്ടതാണ് എന്നാണ് ഈ വിവരണത്തിന്റെ, ചരിത്ര വിവരണത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തില് പറയുന്നത്. ഇത് ഖാല മൂസ ലി അഹ്ലിഹി, മൂസ അലൈഹിസ്സലാം മദീനയിലെ തന്റെ പ്രവാസകാലം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലെ ഒരു സംഭവമാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. ശുഐബ് അലൈഹിസ്സലാമിന്റെ പുത്രിയെ വിവാഹം ചെയ്ത് 8-10 വർഷങ്ങള് മദിയനിൽ അവർക്ക് സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പ്രവാസ ജീവിതം നയിച്ച മൂസ അലൈഹിസ്സലാം ഒരു ഉൾവിളിയുടെ പ്രചോദനത്തില് തന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളും തന്റെ ബനു ഇസ്രായേൽ സമുദായത്തിലെ ആളുകളുമൊക്കെ അധിവസിക്കുന്ന ഈജിപ്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ്. തിരികെ പോകുന്നത് കുടുംബത്തോടൊപ്പമാണ്. മൂസ അലൈഹി ഇസ്ലാമിന് ശുഐബ് അലൈഹിസ്സലാം തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ പിന്നിട്ട ഭാഗങ്ങളിലായിട്ട് നമ്മൾ പരാമർശിക്കപ്പെട്ടത് കണ്ടതാണ്. മൂസ അലൈഹിസ്സലാം ഇപ്പോ ശുഐബ് അലൈഹിസ്സലാമുമായുള്ള ആ ധാരണ പൂർത്തീകരിച്ച് 8-10 വർഷങ്ങള് അവരോടൊപ്പം തങ്ങിയതിന് ശേഷം ജന്മനാട്ടിലേക്ക്, സ്വന്തം കൂട്ടുകുടുംബാദികളുടെ അടുക്കലേക്ക് പത്നി സമേതം തിരികെ പോവുകയാണ്. ഇത് ഖാല മൂസ ലി അഹ്ലിഹി, മൂസ തന്റെ കുടുംബത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി. ആ സന്ദർഭം പ്രത്യേകം ഓർക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്നി ആനസ്തു നാറ, എനിക്കൊരു തീ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് അകലെയായിട്ട് ആരോ തീയിടുന്നത് കാണുന്നുണ്ട്. ഒരു തീയുടെ സാന്നിധ്യം കുറച്ച് അകലെയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നി ആനസ്തു നാറ. ശൈത്യകാലത്ത് രാത്രി നേരത്താണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ യാത്രയില്
അദ്ദേഹം കുറച്ചകലെയായിട്ട് തീ കത്തിക്കുന്നത് കാണാനിടയാവുന്നത്. അതിന്റെ സൂചന തുടർന്നുള്ള ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. ഇന്നി ആനസ്തു നാറ. ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് മനുഷ്യ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പോലെയുള്ള പരിഷ്കൃതമായ വാസസ്ഥലങ്ങളോ വൈദ്യുതി പോലെയുള്ള സംവിധാനങ്ങളോ ഒന്നുമായിട്ടില്ലാത്ത ഒരു കാലത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയും തീ കായുന്നതിന് വേണ്ടിയൊക്കെ ശൈത്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒക്കെ തീയിടുന്ന ആളുകൾ കൂടുന്നിടത്തൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോ തീ കാണുന്നിടത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നതാണ് സ്വാഭാവികമായും മൂസ അലൈഹിസ്സലാം അനുമാനിക്കുന്നത്. കുടുംബത്തോട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നി ആനസ്തു നാറ, ഞാൻ തീ കാണുന്നുണ്ട്. സആതീകും മിൻഹ ബിഖബരിൻ, ഞാൻ അതിൽ നിന്ന് അല്ലെങ്കിൽ ആ തീയുള്ള ഇടത്തിൽ നിന്ന് നിങ്ങൾക്കായി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് വരാം, ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരാം. മിൻഹ, ആ തീ കത്തുന്ന ഇടത്തിൽ നിന്ന്, ബിഖബരിൻ, എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത, ഒരു വിവരം, ഒരു ഇൻഫർമേഷൻ ഞാൻ അവിടെ പോയി നിങ്ങൾക്കായിട്ട് ശേഖരിച്ചു വരാം, സംഘടിപ്പിച്ചു വരാം. മൂസ അലി ഇസ്ലാമും കുടുംബവും യാത്ര ചെയ്യുന്ന അവരുടെ പഴയ നടപ്പാതകളിലൂടെയൊക്കെയുള്ള യാത്രക്കിടയിൽ അവർക്ക് ആവശ്യമായ യാത്രാ മാർഗദർശനം, യാത്രക്ക് ആവശ്യമായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കലൊക്കെ ഒരുപക്ഷെ വേണ്ടി വന്നിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ ദിശ നിർണയിച്ചു കൊടുക്കുക എന്നത് പഴയ കാലത്ത് വിശേഷിച്ച് അത്തരം യാത്രകളിൽ ആവശ്യമാണ് എന്നതിന് സംശയമൊന്നുമില്ല. നമ്മുടെ കാലഘട്ടം പോലെയുള്ള GPS വരെയുള്ള സംവിധാനങ്ങളൊന്നും, അല്ലെങ്കിൽ വലിയ നിരത്തുകളോ റോഡുകളോ വിശാലമായ പാതകളോ ഒന്നും രൂപപ്പെട്ടിട്ടില്ലാത്ത പൗരാണിക കാലത്ത് അങ്ങനെ തീയുണ്ടാക്കി തീക്കാഞ്ഞ് കഴിയുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ദിശ മനസ്സിലാക്കിയൊക്കെയാണ് ആളുകൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നത് എന്നത് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നി ആനസ്തു നാറ, ഞാൻ തീ കാണുന്നുണ്ട്. ആതീകും മിൻഹ ബിഖബരിൻ, ആ തീയിന്റെ അടുക്കൽ നിന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് വല്ല വിവരവും ശേഖരിച്ചു വരാം. ഔ ആതീകും ബിശിഹാബിൻ ഖബസിൻ, അല്ലെങ്കിൽ കത്തുന്ന ഒരു തീക്കൊള്ളിയെങ്കിലും നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവരാം. ഔ ആതീകും ബിശിഹാബിൻ ഖബസിൻ. ഷിഹാബ് എന്ന് പറഞ്ഞാല് ഒരു ചൂട്ട് പോലെയുള്ള ഒരു സംഗതിക്കാണ് ഷിഹാബ് എന്ന് പറയുന്നത്. ഒരു വിറക് കൊള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓലക്കൊടി ഒക്കെ ചുരുട്ടിക്കൂട്ടിയിട്ട് കത്തിച്ച് ഒരു ചൂട്ട് പോലെ ആക്കിയ സംഗതിക്കൊക്കെ, അതുപോലെയുള്ള സംഗതിക്കൊക്കെ ഷിഹാബ് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കും. ചൂട്ട്, തീ കത്തിച്ച് പിടിച്ചിരിക്കുന്ന ഒരു പന്തം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗത്തിലുള്ളത്. അപ്പോ തീ കത്തുന്നിടത്ത് പോയി വല്ല വിവരവും ശേഖരിച്ചു വരാം. അതല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു തീക്കൊള്ളിയോ ഒരു വിറക് കൊള്ളിയോ, കത്തുന്ന ഒരു വിറക് കൊള്ളിയോ ഒരു ചൂട്ടോ മറ്റോ ഉണ്ടാക്കി അത് കത്തിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരാം. ലഅല്ലക്കും തസ്തലൂൻ, അങ്ങനെയായാലും നിങ്ങൾക്ക് തീ കായാനെങ്കിലും പറ്റുമല്ലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം കുടുംബത്തോട് പറയുന്നത്. രാത്രി ശൈത്യത്തിന്റെ ആ കാലഘട്ടത്തില് അവർക്ക് അന്തി ഉറങ്ങാൻ ഒരു ഇടം മാത്രം പോരാ, തണുപ്പിൽ നിന്ന് രക്ഷ നൽകുന്ന വിധത്തിൽ ആ അവർ കിടന്നുറങ്ങുന്ന സ്ഥലം ഒന്ന് വാമാക്കാൻ വേണ്ട സംവിധാനം കൂടി വേണ്ടതുണ്ട്. പഴയ കാലത്ത് തീയിട്ട്
തീ കാഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ശൈത്യത്തെ പ്രതിരോധിക്കുന്ന ഒരു രീതിയൊക്കെയാണ് പഴയകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ തീ കാണുന്നിടത്ത് പോയി നമുക്ക് പ്രയോജനകരമായ വല്ല വിവരവും കിട്ടുമോ എന്നതൊക്കെ ഒന്ന് ആരാഞ്ഞു നോക്കട്ടെ. അതല്ലെങ്കിൽ അവിടുന്ന് ഒരു ചൂട്ടെങ്കിലും, ഒരു തീപ്പന്തമെങ്കിലും, അല്ലെങ്കിൽ ഒരു വിറക് കൊള്ളി, കത്തിച്ചെടുത്ത ഒരു വിറക് കൊള്ളിയെങ്കിലും സംഘടിപ്പിച്ച് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് തീ കായാനെങ്കിലും ഉപകരിക്കുമല്ലോ എന്നതാണ്. ലഅല്ലക്കും തസ്തലൂൻ എന്നാണ് മൂസ അലൈഹിസ്സലാം പറയുന്നത്. ഫലമ്മാ ജാഅഹ, അങ്ങനെ മൂസ അലൈഹിസ്സലാം ആ തീ കണ്ടിടത്തേക്ക് ചെന്നപ്പോ നൂദിയ, അവിടുന്ന് ഒരു വിളി കേട്ടു. ഒരു അശരീരിയാണ് മൂസ അലൈഹിസ്സലാം കേൾക്കുന്നത്. ഇങ്ങനെ വിളിക്കപ്പെടുകയാണ്, വിളിച്ചു പറയപ്പെടുന്നതാണ് കേൾക്കുന്നത്. അംബൂരിക മൻ ഫിന്നാർ, അംബൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹ. ഈ അഗ്നിയിലും അഗ്നിയുടെ ചുറ്റുമായും ഉള്ളവൻ അനുഗ്രഹപൂരിതനാണ് എന്നാണ് മൂസ അലൈഹിസ്സലാമിന് കേൾക്കാൻ പറ്റുന്ന അശരീരി. ഭൂരിക എന്ന് പറഞ്ഞാൽ ബർക്കത്ത് ഉള്ളവനായിരിക്കുന്നു, അനുഗ്രഹപൂരിതനായിരിക്കുന്നു. മൻ ഫിന്നാർ, തീയിലുള്ളവൻ. വമൻ ഹൗലഹ, അതിന് ചുറ്റുപാടുമായുള്ളവൻ. അപ്പൊ തീയും തീയിന്റെ ചുറ്റുപാടുമായുള്ള തീയിലും തീയിന്റെ ചുറ്റുപാടുമായും ആയുള്ളവൻ അനുഗ്രഹപൂരിതനായിരിക്കുന്നു എന്നാണ് മൂസ അലൈഹിസ്സലാം കേൾക്കുന്ന അശരീരി. അംബൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ നാഥനായ അല്ലാഹു അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനുമാണ് എന്നാണ് തുടർന്ന് മൂസ അലൈഹിസ്സലാമിന് കേൾക്കാൻ പറ്റുന്ന അശരീരി. അപ്പോ വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്ര മുഹൂർത്തം, വളരെ സുപ്രധാനമായ ഒരു ചരിത്ര നിമിഷമാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. മൂസ അലൈഹിസ്സലാം സകുടുംബം ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം പുറപ്പെട്ടു വന്നിരിക്കുന്നത് മദിയൻ പ്രദേശത്ത് നിന്നാണ്. മദിയൻ പ്രദേശത്തിന്റെ ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളുടെയും ഭാഗമായിട്ട് ഏകദേശമൊക്കെ മനസ്സിലാക്കിയുണ്ടായി. അഖബ ഉൾക്കടലിന്റെ കരയിൽ അറേബ്യയുടെയും സിനായ് ഉപദ്വീപിന്റെയും തീരങ്ങളിലായിട്ടാണ് ഈ മദിയൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് കുറെ അകലെയാണ്. ഇന്നത്തെ ജസീറത്തുൽ അറബിന്റെ ചില പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സിനായ് മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന, ജസീറത്തുൽ അറബിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്താണ് മദിയൻകാര് വസിച്ചിരുന്നത്. നമ്മൾ അതിന്റെ ലൊക്കേഷൻ സംബന്ധമായ പല വിശദാംശങ്ങളും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 8-10 വർഷത്തെ മൂസ അലൈഹിസ്സലാമിന്റെ മദിയനിലെ താമസം, അതിന്റെ പശ്ചാത്തലവും നമ്മൾ നേരത്തെ കണ്ടതാണ്. മൂസ അലൈഹിസ്സലാം ഈജിപ്തില് ഒരു ബനു ഇസ്രായേൽക്കാരനും ഒരു കോപ്റ്റിക് വംശജനും തമ്മിൽ നടന്ന ഒരു ശണ്ടയിൽ ഇടപെട്ട് അക്രമം ചെയ്ത കോപ്റ്റിക് വംശക്കാരനെ മൂസ അലൈഹിസ്സലാം പ്രഹരിച്ചപ്പോ അയാൾ മരിച്ചുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈജിപ്തില് തന്റെ ജീവൻ അപകടത്തിലാണ്, താൻ വധിക്കപ്പെടാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഗുണകാംക്ഷ കാണിച്ച ആരോ അങ്ങനെ ഉപദേശിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് നാടുവിട്ടു പോകുന്നത്. അങ്ങനെയാണ് വഴി മധ്യേ ആളുകൾ വെള്ളം എടുക്കുന്ന ഒരു കിണറിന്റെ അടുക്കൽ എത്തുകയും
പുരുഷന്മാര് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് സാവകാശത്തില് വെള്ളം എടുക്കാം എന്ന നിലക്ക് മാറി നിന്ന രണ്ട് യുവതികൾക്ക് വേണ്ടി മൂസ അലൈഹി ഇസ്ലാം വെള്ളം കോരി കൊടുക്കുകയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിനെ തുടർന്നാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ആ രണ്ട് പുത്രിമാരില് ഒരാള് മൂസ അലൈഹി ഇസ്ലാമിന് ഷുഐബ് അലൈഹി ഇസ്ലാം അവരിൽ ഒരാളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതും ആ വിവാഹത്തിനുള്ള വിവാഹ മൂല്യം എന്നുള്ള നിലക്ക് 8 വർഷമോ 10 വർഷമോ അവരോടൊപ്പം അവർക്ക് കൂടി സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടാം എന്ന നിബന്ധനയിലാണ് അദ്ദേഹത്തിന് ഷുഐബ് അലൈഹി ഇസ്ലാം തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ആ ഘട്ടം പിന്നിട്ടതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാം കുടുംബസമേതം ഈജിപ്തിലേക്ക് മടങ്ങുന്ന ഇടക്കാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോ ഒരു തീ കാണാൻ അവസരം ഉണ്ടാവുകയും തീയിന്റെ അടുക്കൽ പോയി അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുക്കൽ നിന്ന് വല്ല വിവരവും ശേഖരിച്ചു വരാം, അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയോ ഒരു ചൂട്ടോ മറ്റോ സംഘടിപ്പിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം കുടുംബത്തെ പുറകിൽ നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആ തീയിന്റെ അടുക്കൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കാൻ ഇടയാവുന്നത്. അദ്ദേഹം കേട്ട കാര്യം ഇതാണ്: ഭൂരിക മംഫിന്നാർ വമൻ ഹൗലഹ, ഭൂരിക മംഫിന്നാരി വമൻ ഹൗലഹ. ഈ തീയിനും അതിന് ചുറ്റുപാടുമായുള്ളവൻ അനുഗ്രഹപൂരിതനാണ്. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അന്യൂനനും പരിശുദ്ധനുമാണ് എന്നതാണ് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്ന് ആ അശരീരി മൂസ അലൈഹി ഇസ്ലാമിനെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ വെച്ചാണ് മൂസ അലൈഹി ഇസ്ലാം ഈ തീ കാണാൻ ഇടയായത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും എന്തൊക്കെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല പേരുകളിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ജബൽ മൂസ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, തൂർ സൈന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ വേറെയും ചില പേരുകളിലൊക്കെ ഈ സ്ഥലം പരാമർശിക്കപ്പെടുന്നുണ്ട്. സിനായ് മരുഭൂമിയിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പല പരാമർശങ്ങളും ഈ സ്ഥലത്തെ കുറിച്ച് വരുന്നത് കാണാൻ സാധിക്കും. സിനാ പർവ്വതത്തിന് അരികിലായിട്ട് ജബൽ മൂസ അല്ലെങ്കിൽ തൂർ പർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രദേശത്ത് മൂസ അലൈഹി ഇസ്ലാം അകലെ നിന്ന് തന്നെ ഒരു തീ കാണാൻ ഇടയാവുകയാണ്. അങ്ങോട്ടാണ് മൂസ അലൈഹി ഇസ്ലാം വല്ല വിവരവും സംഘടിപ്പിച്ചു വരാം, അല്ലെങ്കിൽ വല്ല തീ കത്തിച്ച ചൂട്ടോ വിറകുകൊള്ളിയോ ഒക്കെ ആയിട്ട് വരാം എന്നുള്ള നിലക്ക് പോകുന്നത്. യഥാർത്ഥത്തില് അവിടെ തീ ഉണ്ടായിരുന്നോ, അദ്ദേഹത്തിന് കാണാൻ പറ്റിയ സംഗതി എന്താണ് എന്നതൊക്കെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ അവിടെ തീ കത്തുന്ന പോലെയുള്ള ഒരു പ്രകാശം കാണപ്പെടുകയുണ്ടായി. അത് ഫിൽ ബുഖാത്തിൽ മുബാറക മിനശ്ശജറ എന്ന് സൂറത്തുൽ ഖസസിൽ അതേ സംബന്ധമായിട്ടൊരു വിവരണം കാണാം. സൂറത്ത് ത്വാഹയിലും അതുപോലെ ചിലയിടങ്ങളിലൊക്കെ ഈ സംഭവത്തെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ വിവരണം അനുസരിച്ച് അത് ഒരു തുറന്ന സ്ഥലമാണ്. ഫിൽ ബുഖാത്തിൽ മുബാറക, അനുഗ്രഹീതമായ ഒരു നിരപ്പായ ഒരു സ്ഥലം. അവിടെ മിനശ്ശജറ, അവിടെ ഒരു വൃക്ഷത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന് ആ പ്രകാശം കാണാനിടയായത്. മൂസ അലൈഹി ഇസ്ലാം അതിന്റെ ആ പ്രദേശത്തേക്ക് അങ്ങ് നടന്ന് അടുത്ത് ചെന്നപ്പോ അവിടെ തീയിട്ട കാര്യം
അല്ലെങ്കിൽ അതിന്റെ പുകയോ തീയിന്റെ ചൂടോ അങ്ങനെയുള്ള സംഗതികളൊന്നും അനുഭവപ്പെടുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു വൃക്ഷത്തിന്റെ മുകളിലായിട്ട് ഒരു പ്രകാശം കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. തീയാണ്, ആളുകൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചെന്നതെങ്കിലും അവിടെ തീ ഉണ്ടായിരുന്നില്ല, പുകയുണ്ടായിരുന്നില്ല, പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിരപ്പായ ഒരു സ്ഥലത്തുള്ള ഒരു വൃക്ഷത്തിന്റെ മുകളിലായിട്ടാണ് അദ്ദേഹത്തിന് ആ പ്രകാശം കാണാനിടയായത്. അപ്പൊ ആ ഭാഗത്തൊരു പ്രകാശം സൃഷ്ടിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് ആകർഷിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോ തുടർന്ന് പിന്നെ ആ പ്രകാശമോ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് അനുമാനിച്ച തീയോ പുകയോ ഒന്നുമല്ല ഉള്ളത്. അദ്ദേഹം ദൈവികമായൊരു വിളി കേൾക്കുകയാണ്. ഒരു അശരീരിയാണ് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു വിളി കേൾക്കാൻ പറ്റുന്നത്. ഭൂരിക മൻ ഫിന്നാരി വമൻ ഹൗല. ശ്രദ്ധേയമായൊരു കാര്യം, ആരാണ് അവിടെ മൂസ അലൈഹി ഇസ്ലാമിന് ശബ്ദം കേൾപ്പിക്കുന്നത് എന്ന വിഷയത്തില് മൂസ അലൈഹി ഇസ്ലാമിനെ എന്തെങ്കിലും ആശയക്കുഴപ്പത്തിൽ നിർത്തുകയല്ല. തുടക്കത്തിൽ തന്നെ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുകയാണ്, ഈ താങ്കൾ കാണുന്ന ഈ തീയിലും അതിന്റെ ചുറ്റുപാടുമൊക്കെയായി ഉള്ളത് അനുഗ്രഹപൂരിതനായ ഒരുവനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സമാനമായ പ്രയോഗങ്ങൾ വേറെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂരിതനായിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് അനുഗ്രഹമുടയവൻ, അനുഗ്രഹപൂരിതൻ എന്ന വിധത്തില് പലയിടങ്ങളിലും പരാമർശമുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഈ ശബ്ദം കേൾപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം തീയുണ്ടെന്ന് കരുതി നടന്നെത്തിയ ആ ഇടത്ത് അതൊരു ബുക്കഴത്തായിരുന്നു, ഒരു തുറന്ന ഇടമായിരുന്നു. അവിടെ ഒരു വൃക്ഷത്തിന്റെ മുകളിലായിട്ടാണ് അദ്ദേഹത്തിന് ഒരു പ്രകാശം കാണാൻ ഇടയായിട്ടുള്ളത്. അപ്പൊ ആ ചുറ്റുപാട് അള്ളാഹുവിന്റെ ദിവ്യ ചൈതന്യം പ്രസരിപ്പിച്ച ഒരു പ്രകാശമാണ് മൂസ അലൈഹി ഇസ്ലാമിന് കാണാൻ ഇടയായത്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു ഇങ്ങനെ ഒരു ശബ്ദം അദ്ദേഹത്തെ കേൾപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. ഇവിടെ ഏതെങ്കിലും മലക്കുകളുടെ ഉപാധി സ്വീകരിച്ചുകൊണ്ടോ വേറെ എന്തെങ്കിലും ഭൗതികമായ ഒരു സംവേദന സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടോ ഒന്നുമല്ല, ഒരു ശബ്ദം നേരിട്ട് കേൾപ്പിക്കപ്പെടുന്ന വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിനുണ്ടായ അനുഭവം. അപ്പോ പറയപ്പെട്ട കാര്യം ഇതാണ്. അതിൽ യാതൊരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്രാളപ്പെടാൻ കാരണമാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സംഗതികളോ അങ്ങനെയാണല്ലോ വിദൂരമായ വിജനമായ ഇരുട്ടുകുത്തിയ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോ അങ്ങനെ ഒരു അസാധാരണമായ അനുഭവം ഉണ്ടാവുമ്പോൾ പലപ്പോഴും ആളുകൾ അതില് ഭയപ്പെട്ടു പോകും. വല്ല പ്രേതഭൂതാദികളോ പിശാചുക്കളോ തന്നെ വേട്ടയാടുകയാണ് എന്നൊക്കെയുള്ള ഭീതി ആളുകൾക്കുണ്ടാവാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള എല്ലാ അനുമാനങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ട വിധത്തില് അങ്ങനെയുള്ള യാതൊരു ആശയക്കുഴപ്പവും വേണ്ടതില്ല എന്നുള്ള നിലയ്ക്ക് ഒന്നാമത്തെ ആ വാക്യത്തിൽ തന്നെ കാര്യം വ്യക്തമാക്കുകയാണ് അല്ലാഹു. ഭൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹ. മൂസ അലൈഹി ഇസ്ലാം കണ്ട തീയിന്റെയും ചുറ്റുപാടും ഒക്കെ ആയിട്ടുള്ളത് അനുഗ്രഹപൂരിതനായവനാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ കാഴ്ച അത് അനുഗ്രഹപൂരിതനായ പടച്ച തമ്പുരാന്റെ വെളിപ്പെടലാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിട്ട് വേറെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ
തിരുത്തുന്ന വിധത്തിലാണ് തുടർന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ അള്ളാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ്, പൂർണ്ണതയുള്ളവനാണ്, പോരായികകളില്ലാത്തവനാണ് എന്നതാണ് തുടർന്ന് പറയുന്ന കാര്യം. സുബ്ഹാൻ എന്ന വാക്കില് അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധിയുണ്ട്, എന്തെങ്കിലും ന്യൂനതകളോ പോരായികകളോ ഇല്ലായിക എന്ന് പറഞ്ഞ തികവാർന്നവൻ എന്നൊരു കാര്യമാണ് സജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നത് നമുക്കറിയാം. അപ്പോ അള്ളാഹു ആ വൃക്ഷത്തിൽ അവതരിച്ചു എന്നോ ആ തൂർ സൈനാല് അല്ലെങ്കിൽ ജബൽ മൂസ എന്ന് പിന്നീട് അറിയപ്പെടുന്ന ആ പ്രദേശത്ത് അവതരിച്ചു എന്നൊന്നുമല്ല. അത്തരം മെറ്റീരിയലായ രീതിയിൽ ഈ ഭൗതിക ലോകത്തെ പ്രതിഭാസങ്ങളിൽ അള്ളാഹുവിനെ പരിമിതപ്പെടുത്തുക എന്നത് സാധ്യമല്ല. മൂസ അലൈഹി ഇസ്ലാമിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പ്രത്യേകമായ വെളിച്ചം അദ്ദേഹത്തിന് കാണാനിടയായി. അദ്ദേഹം ഒരു അശരീരി കേൾക്കുവാനും ഇടയായി. അത് ദൈവികമായി സാധിച്ചെടുത്ത ഒരു കാര്യം മാത്രമാണ്. അതിന്റെ അർത്ഥം ആ ശബ്ദം അള്ളാഹു ആണ് എന്നോ അതല്ലെങ്കിൽ അവിടെ കണ്ട വെളിച്ചമാണ് അള്ളാഹു എന്നോ ഒന്നുമല്ല. മൂസ അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് ആകർഷിച്ചു, അദ്ദേഹത്തെ ഇത് കേൾപ്പിക്കുകയും ചെയ്തു. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യം. ഈ ആയത്തുകളും തുടർന്നുള്ള ഈ സംഭവങ്ങളുടെ വിവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.